CPM സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സൂസൻ കോടിയെ മാറ്റിയത് തന്നെയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത കാരണമാണ് സൂസൻ കോടിയെ മാറ്റി നിർത്തിയത്. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു നേതാക്കളെയും ജില്ലാ കമ്മിറ്റിയിലോ സംസ്ഥാന കമ്മിറ്റിയിലോ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും MV ഗോവിന്ദൻ പ്രതികരിച്ചു. തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയത് തന്നെയാണ് കരുനാഗപ്പള്ളി വിഷയം. കരുനാഗപ്പള്ളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിച്ചു പോവുകയാണ് പാർട്ടി. ആ സാഹചര്യത്തിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളെല്ലാം പൂർത്തിയാകുന്നതുവരെ കരുനാഗപ്പള്ളിയിലെ ആരെയും ഒരു കമ്മിറ്റിയിലും ഞങ്ങൾ എടുത്തിട്ടില്ല. ജില്ലാ കമ്മിറ്റിയിലും എടുത്തില്ല, ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റിയിലും എടുത്തിട്ടില്ല. അത് ആ പ്രശ്നം പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആവശ്യമായ നിലപാട് സ്വീകരിക്കും. അതേസമയം P. ജയരാജന് ഇത്തവണയും കടുത്ത അവഗണന. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ P. ജയരാജനെ ഉൾപ്പെടുത്തിയില്ല. 73-കാരനായ P. ജയരാജന് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ എത്താനുള്ള അവസാന അവസരമാണ് നഷ്ടമായത്. കൂടുതൽ വിവരങ്ങളുമായി M. മനോജ് ചേരുന്നു. മനോജ്, CPM സംസ്ഥാന പ്രതിനിധി സമ്മേളനത്തിന് സമാപനമാകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞു വയ്ക്കുന്നത്? രോഹിണി, നേരത്തെ തന്നെ വ്യക്തമായിരുന്നു കരുനാഗപ്പള്ളിയിലെ CPM വിഭാഗീയതയുമായി ബന്ധപ്പെട്ട സൂസൻ കോടിക്കെതിരെ നടപടി ഉണ്ടാകുമെന്നുള്ളത്. അക്കാര്യം രാവിലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. എന്തായാലും അതുപോലെ തന്നെ സംഭവിച്ചു. ഇന്ന് നടന്ന ഈ ഒരു സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് സൂസൻ കോടിയെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. സൂസൻ കോടി ഇനി സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കില്ല. എന്തായാലും ഇതിനെപ്പറ്റി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത കൊണ്ട് സൂസൻ കോടിയെ മാറ്റി നിർത്തിയത് തന്നെയാണ് എന്നുള്ള കാര്യം തന്നെ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു നേതാക്കന്മാരെയും ജില്ലാ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിലോ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. എന്തായാലും കടുത്ത വിഭാഗീയത തന്നെയാണ് കൊല്ലം ജില്ലയിൽ CPMന്റെ ഭാഗത്തു നിന്നും നിലനിന്നിരുന്നത്. കരുനാഗപ്പള്ളിയിലടക്കം ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന അല്ലെങ്കിൽ അവിടെ കുത്തിയിരിക്കുന്ന പാർട്ടി അംഗങ്ങൾ അത്തരത്തിൽ വിഭാഗീയത വലിയ തലത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ അതിന് ചുക്കാൻ പിടിച്ചവരാണ് സൂസൻ കോടി അടക്കമുള്ള നേതാക്കളെന്ന് വിലയിരുത്തലിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ വിഭാഗീയതയെ മറികടക്കുവാനും വേണ്ടി പാർട്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ കൊല്ലം ജില്ലയിലടക്കം നമ്മൾ കണ്ടുവരുന്നത്. കാരണം പാർട്ടി സെക്രട്ടറി എത്തുന്നു, അതോടൊപ്പം തന്നെ വിവിധ നേതാക്കളെത്തി പലരെയും കണ്ട് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ പല രീതിയിലും ചേരിതിരിഞ്ഞുള്ള പോരാട്ടം അത് തുടർന്നുകൊണ്ടേയിരുന്നു. ലോക്കൽ കമ്മിറ്റികളിൽ അടക്കം കയ്യാങ്കളി ഉണ്ടായി. ഏരിയ സമ്മേളനം നടത്താൻ പറ്റാത്ത സാഹചര്യമുണ്ടായി. അവസാനം അവിടെ നിന്നും കമ്മിറ്റി അംഗങ്ങൾ, അതായത് കഴിഞ്ഞ ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും കരുനാഗപ്പള്ളിയിലെ നേതാക്കളെ ഒഴിവാക്കി. അതിനുശേഷം കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ശ്രദ്ധിക്കുവാൻ വേണ്ടി ഒരു അഡ്ഹോക് കമ്മിറ്റിയെ തീരുമാനിക്കുകയായിരുന്നു. പിന്നീട് ആ അഡ്ഹോക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനമെല്ലാം മുന്നോട്ട് പോയിരുന്നത്. ആ ഒരു സാഹചര്യം കൂടെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് സംസ്ഥാന നേതാവ് കൂടിയായിട്ടുള്ള സംസ്ഥാന വനിതാ നേതാവ് കൂടിയാണ് സൂസൻ കോടി. ഏറെ വർഷത്തെ പാരമ്പര്യമുള്ള ഒരു നേതാവ്. ആ നേതാവിനെയാണ് ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത്. എന്തായാലും കടുത്ത നടപടി തന്നെയാണ് ഇപ്പോൾ പാർട്ടിക്ക് എടുക്കേണ്ടി വന്നത് എന്നുള്ളത് തന്നെ. അതേസമയം തന്നെ സൂസൻ കോടിയുടെ എതിർപക്ഷവും ജില്ലയ്ക്കകത്തു നിന്നും ഇത്തരത്തിൽ ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നുള്ള കാര്യം, അത്തരത്തിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അതേസമയം കണ്ണൂരിൽ നിന്നുള്ള P. ജയരാജനെ കഴിഞ്ഞ കുറച്ചധികം കാലമായി തന്നെ സംസ്ഥാന കമ്മിറ്റിയിൽ അങ്ങനെ തുടരുന്ന P. ജയരാജനെ ഇത്തവണയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്തവണയും അവഗണന തന്നെയാണ് P. ജയരാജന് നേരിടേണ്ടി വന്നത്. അത് കൃത്യമായും പിണറായി വിജയൻ്റെ ആ ഒരു രീതിക്കനുസരിച്ച് അല്ലെങ്കിൽ താല്പര്യത്തിനനുസരിച്ച് P. ജയരാജൻ എത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവഗണന തുടരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും അതിനു പകരം MV ജയരാജനെയാണ് ഇത്തവണ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് 3 പേരുടെ ഒഴിവായിരുന്നു ഉണ്ടായിരുന്നത്. ആനാവൂർ നാഗപ്പൻ, അതോടൊപ്പം തന്നെ PK ശ്രീമതി, AK ബാലൻ എന്നിവരാണ് പ്രായപരിധിയുടെ പേരിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവായത്. അതിനു പകരമാണ് പുതിയതായി 3 പേരെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. KK ശൈലജ ഉൾപ്പെടെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നിട്ടും ഈ P. ജയരാജനെ ഉൾപ്പെടുത്താത്തത് അത് കൃത്യമായും ഏകപക്ഷീയമായ നിലപാട് തന്നെ എന്നുള്ള ആ ഒരു സംശയം തന്നെയാണ് ഇവിടെ കണ്ണൂരിൽ നിന്നടക്കമുള്ള പാർട്ടി പ്രവർത്തകർക്കിടയിലുള്ളത്. ശരി, മനോജാണ് വിവരങ്ങൾ നൽകിയത്.